അന്വേഷണ സംഘം ഇന്നലെ തന്നെ പുൽവാമയിലെ താരീഖിന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. പരിശോധന നടക്കുന്നുണ്ട്. അവിടെ നിന്നും താരീഖിനെ കണ്ടുകിട്ടിയിട്ടില്ല. അയാൾ അബ്സ്കോണ്ടിംഗ് ആണ് എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ മറ്റ് അന്വേഷണ ഏജൻസികളും എല്ലാവരും വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. ഈ താരീഖിനും അതുപോലെ തന്നെ ഈ ഫരീദാബാദ് മൊഡ്യൂൾ ഇന്നലെ രാവിലെ പിടിച്ചെടുത്തിട്ടുള്ള അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ, വെടിക്കോപ്പുകൾ, ഇവർക്കൊക്കെയുള്ള ചെയിൻ ലിങ്ക് എവിടേക്കാണ് എന്നുള്ള കാര്യമാണ് പരിശോധിക്കുന്നത്. പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് അതിനെ ബന്ധിപ്പിക്കാൻ സാധിക്കുക ജെയ്ഷെ മുഹമ്മദ് JEM എന്ന് പറയുന്ന ഭീകര സംഘടനയിലേക്കാണ്. ഇന്നലെ തന്നെ ഫരീദാബാദ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ള കാര്യം, ഈ ഫരീദാബാദിൽ നടന്നിട്ടുള്ള റെയ്ഡ്, അതിലൂടെ കണ്ടെത്തിയിട്ടുള്ള വെടിക്കോപ്പുകൾ, സ്ഫോടക വസ്തുക്കൾ, അതുപോലെ പിടികൂട്ടിയിട്ടുള്ള ഡോക്ടർമാർ, ഇവർക്കെല്ലാവർക്കും ബന്ധമുള്ളത് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുമായിട്ടാണ് എന്നുള്ള കാര്യം തന്നെയാണ്. അതിന്റെ ചുവട് പിടിച്ചാണ്, അതായത് ഇത്രത്തോളം വലിയൊരു വേട്ട നടക്കുന്നു, ഭീകരവേട്ട ഡൽഹിയിൽ രാജ്യ തലസ്ഥാന കേന്ദ്രത്തിൽ നടക്കുന്നു, അവർ പദ്ധതിയിട്ട ചില കാര്യങ്ങൾ നടപ്പിലാക്കാതെ പോകുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ വൈകിട്ട് ഈ സ്ഫോടനം ഉണ്ടായത് ഡൽഹിയിൽ എന്നുള്ള കാര്യം കൂടിയാണ് ഇന്നലെ ഡൽഹി പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ബന്ധം, ഈ ഫരീദാബാദ് മൊഡ്യൂളിന് നേരിട്ട് ബന്ധം ഇനി തരീഖുമായിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് സ്ഥിരീകരിക്കേണ്ടത്. സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അക്കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജെയ്ഷെ മുഹമ്മദുമായിട്ടുള്ള ബന്ധം തന്നെയാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നതും അത്തരത്തിൽ തന്നെയുള്ള അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഈ സംഘത്തിന്റെ പദ്ധതി, ലക്ഷ്യമെന്ന് പറയുന്നത് ചാന്ദ്നി ചൌക്ക് മാർക്കറ്റ് ആണെങ്കിൽ തന്നെ അത് അത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു സംഭവത്തിലേക്കായിരുന്നു വഴിവെക്കേണ്ടിയിരുന്നത്. ഇന്നലെ തിങ്കളാഴ്ച വൈകിട്ട് 6:30-7 മണിയോട് അടുത്തിരുന്നു. വളരെ വളരെ തിരക്കേറിയ ഒരു സമയമാണ് ഡൽഹിയെ സംബന്ധിച്ച്, ചാന്ദ്നി ചൌക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് എന്ന് നമുക്ക് പറയേണ്ടി വരും. അത്രത്തോളം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ചില ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായിട്ടുള്ള കാര്യം കൂടിയാണ്. അങ്ങനെ ഒരു സമയത്ത് ഒരു ഹുണ്ടായ് i20 കാർ, സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ഈ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇടിച്ചു കയറ്റിയാൽ, നമ്മൾ വർഷങ്ങൾക്ക് മുൻപ് പുൽവാമയിൽ കണ്ടതിന് സമാനമായിട്ടുള്ളൊരു ആക്രമണം തന്നെയാണ് ഇവിടെ പദ്ധതിയിട്ടിരുന്നതെങ്കിൽ അതിൽ എത്ര ജീവൻ പൊലിയുമായിരുന്നു എന്നുള്ള കാര്യം നമ്മളൊക്കെ ഊഹിക്കുന്നതിനും എത്രയോ മുകളിലായിരിക്കും. പക്ഷെ ആ പദ്ധതി അവിടെ നടന്നില്ല, അത് പാളിപ്പോയി. പ്രധാനമായിട്ടും കാരണം എനിക്ക് പുറകിലുള്ള ട്രാഫിക് സിഗ്നൽ, അവിടെ ആ കാർ നിർത്തേണ്ടി വന്നതും ഒപ്പം തന്നെ പോലീസിന്റെ കർശനമായിട്ടുള്ള പരിശോധനയും അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മുന്നോട്ടെടുക്കാനായിട്ട് ഈ കാറിനകത്തുണ്ടായിരുന്ന ആളുകൾക്ക് സാധിച്ചില്ല. അത് അവിടെ കിടന്ന് പൊട്ടി. പക്ഷേ ചുറ്റുമുണ്ടായിരുന്ന 6 കാറുകൾ, 4 ബൈക്കുകൾ, 3 ഇ-റിക്ഷകൾ, ഇതെല്ലാം അഗ്നിക്കിരയായി, അതും പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെയാണ് 9 പേർക്ക് മരണം സംഭവിക്കുകയും 20-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ റെഡ് സിഗ്നലിന് തൊട്ടുപുറകിലാണ് ആ പാർക്കിംഗ് കേന്ദ്രമുള്ളത്. 3:17 ഇന്നലെ വൈകിട്ട് 3:17 ഈ കാറ് ആ പാർക്കിംഗ് കേന്ദ്രത്തിലേക്ക് എത്തുന്നത്. അവിടെ നിന്നും ഏകദേശം 3 മണിക്കൂർ നേരം ആ പാർക്കിംഗ് കേന്ദ്രത്തിൽ തന്നെ ഈ വാഹനം കിടന്നിരുന്നു. 6:48 പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വന്ന ശേഷം സിഗ്നലിലേക്ക് വന്ന് സിഗ്നൽ റെഡ് ആയപ്പോഴാണ് അവിടെ കിടന്ന് ഈ കാറ് പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. ഈ കാർ പാർക്കിംഗ് കേന്ദ്രത്തിലേക്ക് കാർ എവിടെ വന്നു എന്നുള്ള കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിന്റെ ഉത്തരം പോലീസിനുണ്ട്. അതായത് ഇതിനു മുമ്പുള്ള ദരിയാഗഞ്ച്, കശ്മീരി ഗേറ്റ് തുടങ്ങിയിട്ടുള്ള ഇടങ്ങൾ, അവിടെ നിന്നും ഗുരുഗ്രാമിലേക്കും അതുപോലെ തന്നെ ഫരീദാബാദിലേക്കും കാറിനെ ലിങ്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി പുൽവാമയിൽ നിന്നും ഇങ്ങോട്ട് എത്തിയിട്ടുള്ള ഒരു സംശയം കൂടിയാണ് പോലീസിന് ബാക്കിയുള്ളത്. അത് ദേശീയപാത അതോറിറ്റിയുടെ സഹായത്തോടു കൂടി ആ അന്വേഷണം കൂടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം പറയാം. എന്തായാലും ഭീകരവാദം തന്നെയാണ്, ഭീകരാക്രമണം തന്നെയാണ് ഡൽഹിയിൽ നടന്നത് എന്നുള്ള ഒരു നിഗമനമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ആ നിഗമനത്തിലേക്ക് തന്നെയാണ് സ്ഥിരീകരിക്കുന്ന എല്ലാ പാതകളും, എല്ലാ ലിങ്കുകളും കൊണ്ടെത്തുന്നത്. കാരണം UAPA അടക്കം ചുമത്തിയിരിക്കുന്നു, എക്സ്പ്ലോസീവ് ആക്ടും ചുമത്തിയിരിക്കുന്നു. UAPയിൽ തന്നെയുള്ള 2 വകുപ്പുകൾ, അത് ഭീകരവാദ പ്രവർത്തനവും ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് സഹായം ചെയ്യലുമാണ്. ആ 2 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഈ എക്സ്പ്ലോസീവ് ആക്ട് ആണെങ്കിൽ തന്നെ അതും വെടിക്കോപ്പുകൾ, ഈ സ്ഫോടക വസ്തുക്കൾ നിയമവിരുദ്ധമായി അനധികൃതമായി കയ്യിൽ വെക്കുന്നതും അതെടുത്ത് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. കാറിനകത്ത് 3 പേരുണ്ടായിരുന്നു സ്ഫോടന സമയത്ത് എന്നുള്ള കാര്യം, അതായത് ഈ i20 കാറിനകത്ത് 3 പേരുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഇന്നലെ സതീഷ് ഗോച്ചൽ, അതായത് ഡൽഹിയിലെ കമ്മീഷണറാണ്, അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. അതിൽ ഒരാൾ താരിഖാണോ എന്നുള്ള കാര്യം അടക്കം സംശയിക്കപ്പെടുന്നു. പക്ഷെ അതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ചും ഇന്നലെയൊക്കെ തന്നെ ഈ ചാവേർ ആക്രമണം എന്നുള്ള സംശയങ്ങൾ, നിഗമനങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. ഭീകരാക്രമണം എന്നുള്ള കാര്യം വന്നപ്പോൾ തന്നെ ആ ഒരു വശം കൂടി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇതിൽ ഏറ്റവും നിർണായകമാവുക CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. അതിനോടൊപ്പം ഈ ഡോക്ടർമാർ 3 പേരുണ്ട്. ഒരാൾ അനന്ത്നാഗ് സ്വദേശിയാണ്, ഒരാളെ പിടികൂടിയത് ഇവിടെ ഫരീദാബാദിൽ നിന്നാണ്, 3ാമത്തെ ആൾ ഉത്തരാഖണ്ഡിൽ നിന്നും ഒരു ലേഡി ഡോക്ടർ. ഈ 3 പേരെയും കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നുള്ള കാര്യം, അതുപോലെ ഒരുപക്ഷെ ഈ
IEM ജെയ്ഷെ മുഹമ്മദിലേക്ക് നേരിട്ട് ഇതിനെ ബന്ധിപ്പിക്കാൻ, ഈ ഒരു സംഭവത്തെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവുകൾ ഇപ്പോൾ NIAക്ക് ലഭിക്കുമെന്നുള്ള ഒരു കാര്യം കൂടിയാണ് പ്രതീക്ഷിക്കുന്നത്. ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലും ക്രൈംബ്രാഞ്ചും NIAയും ഈ അന്വേഷണ രംഗത്തുണ്ട്. അതിന് പുറമെ ഈ സ്ഫോടനം നടന്നിട്ടുള്ള ആ പ്രദേശത്തെ NSAന്റെ സുരക്ഷ ഏറ്റെടുത്തിരിക്കുന്നു. ഡോഗ് സ്ക്വാഡിന്റെയും ഫോറൻസിക്കിന്റെയും പരിശോധന നടക്കുന്നുണ്ട്. ഫോറൻസിക് സാമ്പിളുകളെല്ലാം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഇതിന് ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കൾ, ആ കെമിക്കലുകൾ, അതെല്ലാം പരിശോധിച്ച ശേഷം വ്യക്തമാക്കാം എന്നുള്ള കാര്യം ഇന്നലെ തന്നെ ഫോറൻസിക് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്വേഷണത്തിന് ആ സാമ്പിളുകൾ വരേണ്ട ഒരു കാലതാമസമില്ല. കാരണം CCTV ഇലക്ട്രോണിക് തെളിവുകൾ തന്നെയാണ് ഏറ്റവും നിർണായകമാവുക. അത് ശേഖരിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ. അത് കേന്ദ്രീകരിച്ച് വലിയ തോതിൽ അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിമ, തീർച്ചയായും അങ്ങനെ സുപ്രധാന വിവരങ്ങളെല്ലാം ശേഖരിച്ച് എന്താണ് പൊട്ടിത്തെറിയുടെ കാരണം എന്നുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്.